ഇവിടെ വിഹരിച്ച് നടക്കുന്ന ഡോക്ടർ റാമും അനുബന്ധ പ്രവർത്തകരെയും നാളിതുവരെ നമ്മുടെ പോലീസിനോ സർക്കാരിനോ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ 21ാം നൂറ്റാണ്ടിൽ ഇത്രയധികം ടെക്നോളജിയും ഇന്റലിജൻസും ശക്തമായ നിലവിലുള്ളപ്പോൾ റാമിനെ മാത്രം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കാനുള്ളത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അതാണ്. അതിനെതിരെയാണ് ലോക് ജനശക്തി പാർട്ടി ഇന്നിവിടെ നിരാഹാരം കിടക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ സംസാരിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ഈ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? കേരളത്തിലെ വിദ്യാഭ്യാസ വ്യവസ്ഥിതി, സാമൂഹിക വ്യവസ്ഥിതി, ഇതെല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട്. ഇതിനെതിരെ നമ്മൾ മൗനാനുവാദം കൊടുക്കുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്. ശ്രീ നിതിൻ രാജിന്റെ വീട്ടിൽ നിന്നും കിലോമീറ്ററുകൾ തൊട്ടപ്പുറത്താണ് നമുക്കറിയാം സിദ്ധാർത്ഥ്, കൊല്ലപ്പെട്ട സിദ്ധാർത്ഥ് ഉള്ളത്. നമ്മുടെ മുന്നിൽ എത്രയെത്ര രക്തസാക്ഷികൾ, എത്രയെത്ര പീഡകർ നമ്മുടെ മുന്നിലൂടെ ജീവിക്കുമ്പോൾ സിദ്ധാർത്ഥിന്റെ അമ്മയും ഇന്ന് ശ്രീ നിതിൻ രാജിന്റെ അമ്മയും എല്ലാം ഈ പറയുന്ന സങ്കടകരമായ കാഴ്ചകളുടെ എല്ലാം ബൈ പ്രോഡക്റ്റുകളാണ്. അവരുടെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? അവരെന്നോട് ചോദിച്ചത്, ഇനി ഞാൻ ജീവിച്ചിട്ട് എന്ത് കാര്യം? ഇനി ഞാൻ ലോകത്തിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്? ഇനി ഞാൻ ജീവിക്കേണ്ടത് ആർക്ക് ആഹാരം വെച്ച് കൊടുക്കുന്നതിനാണ്? ഇനി ഞാൻ ജീവിക്കേണ്ടത് ആരുടെ കൊച്ചുമക്കളെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്? ഇതെല്ലാം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മനുഷ്യനായ ആർക്കും ഇതൊന്നും, അല്ലെങ്കിൽ മനസ്സുള്ള, അല്ലെങ്കിൽ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾക്കും ഇതൊന്നും കേട്ടു നിൽക്കാനോ കണ്ടു നിൽക്കാനോ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എപ്പോഴും ഓരോ സംഭവങ്ങളും നടക്കുമ്പോഴും നമ്മൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ്. ഓരോ വർഷവും 800 മുതൽ 1200-ലധികം SC ST അട്രോസിറ്റീസ് ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ SC ST അട്രോസിറ്റി ആക്ട് ഉണ്ട്, നിയമ സംവിധാനമുണ്ട്. എന്നിട്ടും കഴിഞ്ഞ 10 വർഷം കൊണ്ട് വർഷം 800 മുതൽ 1200 മുതൽ കേസുകൾ ചാർജ് ചെയ്യുമ്പോൾ 10 വർഷം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, 10,000 മുതൽ 12,000 കേസുകൾ SC ST അട്രോസിറ്റീസ് കേസുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഈ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ എത്ര എണ്ണം ഇതിന്റെ നേർവഴിക്ക് പോകുന്നുണ്ട്? എത്ര കേസുകളിൽ ഇവർ ആക്ഷൻ എടുത്തിട്ടുണ്ട്? എത്ര കേസുകളിൽ ഇവരിലെ ശിക്ഷിക്കപ്പെട്ടവർ എത്ര പേരുണ്ട്? ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ നിന്നാണ് ഈ പറയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരെ ഈ ഉണ്ടാകുന്ന ജാതിവെറികളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ഇവിടെയുള്ള സാധാരണക്കാരെ ഈ പറയുന്ന 800 മുതൽ 1200 കേസുകളിൽ നിന്നാണ് ഈ പറയുന്ന മരണങ്ങൾ വരെ എത്തി നിൽക്കുന്നത്. ഇതിനെതിരെയാണ് ലോക് ജനശക്തി പാർട്ടി നിരാഹാരം സംഘടിപ്പിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അടുത്തു വരാൻ പോകുന്നത് ഇടതും വലുതും എന്ന് നമ്മൾ വിശ്വസിക്കുമെങ്കിലും അടുത്തൊരു പുതിയ മുന്നണി വരാൻ പോവുകയാണ്. ആ മുന്നണിയിലാണ് ഇന്ന് ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് വിശ്വാസം. നമ്മൾ ഇത്രയും നാളും പലതും പറഞ്ഞും കാണിച്ചും പറ്റിച്ചും നമ്മുടെ വോട്ടുകൾ നേടിക്കൊണ്ട് നമുക്കെതിരെ ഇവർ തിരിയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ തിരിച്ചു പ്രതികരിക്കേണ്ട സമയമായി.
നമ്മൾ പ്രതികരിക്കാതെ പലതും കണ്ടില്ല എന്ന് വെച്ച് നമ്മൾ നടക്കുമ്പോൾ അത് ഒരു മൗന അനുവാദമായി നമ്മുടെ ഭരണകർത്താക്കൾ അത് ഏറ്റെടുക്കുകയും ഈ പറയുന്ന ഇത്തരം സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇവിടെ ഇതിനെതിരെ വേണ്ടത് ഒരു ശക്തമായ നിയമനിർമ്മാണം ആവശ്യമാണ്. ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്കും അവനും ഈ ലോകത്ത്, ഈ രാജ്യത്ത്, ഈ കൊച്ചു കേരളത്തിലും അവനും മറ്റുള്ളവരെ പോലെ വളരുന്നതിനും അവനും മറ്റുള്ളവരെ പോലെ സമ്പത്തുണ്ടാക്കുന്നതിനും അവനും മറ്റുള്ളവരെ പോലെ സമൂഹത്തിൽ അവന്റെ സ്റ്റാറ്റസ് ഉയർത്തിപ്പെടുത്തി അവന് ജീവിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കടമയും അവകാശവും ഭരണഘടന നൽകുന്നുണ്ട്. നമ്മൾ ആരുമല്ല, ഭരണഘടനയാണ് നൽകുന്നത്. ആ ഭരണഘടനയ്ക്കെതിരെയാണ് ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം. മൗലിക അവകാശങ്ങളെ പോലും ഖനിച്ചുകൊണ്ട് ഇന്നിവിടെ ഈ പറയുന്ന തേക്കൂത്തുകൾ നടക്കുമ്പോൾ അതിനെതിരെ നമുക്ക് കണ്ണടച്ചിരുന്നൂറ. ശക്തമായ പ്രതിഷേധങ്ങൾ നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടായാൽ മാത്രമേ ഇതിനെതിരെ ശക്തമായ നിയമനിർമ്മാണം ഉണ്ടാവുകയുള്ളൂ. ശക്തമായ നിയമനിർമ്മാണം വന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള തുടർ സംഭവങ്ങൾ, നമ്മൾ പറയപ്പെടുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇപ്പോൾ തുടർ സംഭവങ്ങളാകുമ്പോൾ ഈ തുടർ സംഭവങ്ങൾക്കെതിരെ ശക്തമായ നടപടി നമ്മുടെ ഭരണകർത്താക്കൾ എടുക്കുകയുള്ളൂ. ഇതെല്ലാം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് കേരള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അരുൺ വേലായുധൻജിയുടെ നിർദ്ദേശപ്രകാരം ലോക് ജനശക്തി പാർട്ടി കേരള ഘടകം സ്റ്റേറ്റ് കമ്മിറ്റി ഇന്നിവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും പ്രതിഷേധം ലോക് ജനശക്തി പാർട്ടിയുടെ ഇവിടെയുള്ള ഭരണകർത്താക്കളും ഇവിടെയുള്ള ഈ പറയുന്ന ആരൊക്കെ ഇതിലെല്ലാം പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ടോ അവർക്കൊക്കെ ഒരു മുന്നറിയിപ്പാണ്. ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ കേരളത്തിൽ കണ്ടുകൂടാ. കണ്ടാൽ ലോക് ജനശക്തി പാർട്ടിയിലെ പ്രവർത്തകർ സ്വന്തം ജീവൻ കളഞ്ഞുപോലും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ലോക് ജനശക്തി പാർട്ടിക്ക് ഐക്യദാർഢ്യം നൽകണമെന്നും ഈ നിരാഹാര സമരം ഒരു വമ്പൻ വിജയമാക്കി തീർക്കണമെന്നും ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് LJP, ജയ് ഹിന്ദ്. അടുത്തതായി നമ്മുടെ ഈ നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്ന ലോക് ജനശക്തി പാർട്ടിയുടെ വനിതാ വിംഗിന്റെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി റീജ വിനോദ്, വനിതാ വിംഗ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ പോകുന്നതിനെ പറ്റിയും ശ്രീ നിതിൻ രാജിന്റെ മരണത്തെക്കുറിച്ചും അതിനെ പ്രതിഷേധിച്ചുകൊണ്ടും സംസാരിക്കുന്നു. മൈക്ക് വേറെ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇവിടെ അന്വേഷിച്ചിട്ട് ഇന്നിവിടെ എല്ലാം സംഘടിപ്പിച്ചിരിക്കുന്ന നിതിൻ രാജിന്റെ അഞ്ചരക്കണ്ടി കോളേജിൽ നടന്ന നിതിൻ രാജിന്റെ മരണത്തിനെ സംബന്ധിച്ച് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിരാഹാര സമരമാണ് LJPR ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ലോക് ജനശക്തി പാർട്ടി രാമവിലാസ് സംഘടനയുടെ ഡോക്ടേഴ്സ് വിങ്ങും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും വുമൺ സെല്ലിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ചേർന്നാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. നമ്മൾ എപ്പോഴും കാണാറുണ്ട്, ഒരു സംഭവം നടക്കുമ്പോൾ എല്ലാ പക്ഷത്തുള്ള ആൾക്കാരായാലും പ്രതിപക്ഷത്തുള്ള ആൾക്കാരായാലും ഈ സെക്രട്ടേറിയറ്റിന് നടയിൽ വന്ന് സമരം പോകുന്നുണ്ട്.
പല പല സംഭവങ്ങൾ നടന്നുപോയി. പക്ഷെ നമ്മൾ മീഡിയകളെല്ലാം റിപ്പോർട്ട് ചെയ്ത് കുറെ ദിവസം അതിന്റെ പുറകിൽ പോയി. എല്ലാവരും അതിന്റെ പിറകെ നടന്നിട്ട് ആ ഒരു കുറച്ച് ദിവസം മീഡിയയിലും മറ്റുള്ള കാര്യങ്ങളിലും വാർത്തകൾ വരും. അത് പിന്നെ എന്താണെന്ന് അറിയാതെ നമ്മളത് അവസാനിക്കുന്നുണ്ട് അവിടെ. ഇപ്പൊ നമ്മൾ ഇവിടെ ഈ ആരംഭിച്ചിരിക്കുന്ന നിരാഹാര സമരം ഒരു തുടക്കം മാത്രമാണ്. കാരണം ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ, എന്തുകൊണ്ടാണ് നിതിന് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ കോളേജിലെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് പ്രിൻസിപ്പാളിന്റെ റൂമിൽ കൂടിയ വീഡിയോ ഉൾപ്പെടെ നമ്മൾ കാണാറുണ്ടായി. മീഡിയ വിട്ട് പുറത്തുവിട്ട വീഡിയോസ് നമ്മൾ കാണുകയുണ്ടായി. അതിനകത്ത് HOD ആയ ക്ലാസ് ടീച്ചർ, അതുപോലെ തന്നെ പ്രിൻസിപ്പാള് റൂമിൽ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ടീച്ചറിന് ആ HOD ആയിട്ടുള്ള ഒരു പ്രൊഫസർക്ക് ഇങ്ങനെ ഒരു അനുഭവം, ഒരു ലോൺ എടുത്തു എന്ന് പറയുന്നത്, നിസ്സാരമായ ഒരു ലോൺ പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് എടുത്തു എന്ന് പറയുന്നതിന്റെ ഒരു കോളുകൾ വരുന്നുണ്ടെങ്കിൽ അത് അവരെ വീട്ടിൽ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കില്ലേ? എന്തുകൊണ്ട് അങ്ങനെ ഒരു ഫോൺ അവർക്ക് നിരന്തരമായി വന്നപ്പോൾ അവരെ വീട്ടിൽ അറിയിച്ചിട്ടില്ല? മാതാപിതാക്കളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ആ HODക്ക് ഇല്ലേ? ചുമ്മാ ചെന്ന് ചേർന്നതല്ലല്ലോ കോളേജിലെ. അഡ്മിഷൻ എടുത്ത് പാരന്റ്സിന്റെയും കൂടെ അറിവോട് കൂടിയാണ് ആ കോളേജിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മളെ മക്കളെ നമ്മളെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ പുതിയ 10ാം ക്ലാസ്സും +2 കഴിയുമ്പോൾ കുട്ടികൾ വീട്ടിൽ പറയുന്നത് പുറത്തു പോയാൽ മതി, ഇന്ത്യ വിട്ടു പോകണം, UK-യിലും കാനഡയിലും ഒക്കെ പോകണം. ഇപ്പൊ നടക്കുന്ന എന്താണ്? അവിടെ പോയ എല്ലാ വിദ്യാർത്ഥികളും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ കേരളത്തില്, ഇന്ത്യക്കകത്ത് നമുക്ക് നമ്മുടെ കേരളം ഭരിക്കുന്നവർ നമുക്ക് വേണ്ട ഒരു സുരക്ഷാ സംവിധാനങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നായാൽ പോലും അത് എങ്ങനെ പറയാൻ പറ്റും? മുന്നോടിയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുവാണ്? നിയമസഭ ഭരിച്ചിട്ട് നിയമസഭയിൽ കയറിയിട്ട് നിയമസഭ സ്പീക്കറിന്റെ കസേര എടുത്തെറിഞ്ഞ ആളാണ് വിദ്യാഭ്യാസ മന്ത്രി. അപ്പൊ പിന്നെ എന്തായിരിക്കും നടക്കുന്നത്? ഇതുപോലെ മുന്നിൽ നടന്നു സിദ്ധാർത്ഥിന്റെ ഭരണം. അതുപോലെ തന്നെ ഈ സ്ഥലത്ത് ഞാനൊരു നേഴ്സ് കൂടിയാണ്. പഴയ കാലത്ത് പഠിച്ച് 18 വർഷം വർക്ക് ചെയ്ത് മതിയായി. കാരണം മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടാതെ മതിയാക്കി വെച്ചിരിക്കുകയാണ് ജോലി. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, ഇവിടെ നമ്മളെ കിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. എന്തുണ്ടായി? ഒരു പാരന്റ്സ്, കണ്ണ് കണ്ടുകൂടാത്ത പാരന്റ്സ് ഇവിടെ വന്ന് സമരം ചെയ്തു. പിന്നെ എന്തായി? ആരെങ്കിലും അത് പിന്നീട് അന്വേഷിക്കുന്നുണ്ടോ? ആരെങ്കിലും അതിന്റെ പിറകിൽ പോയോ? അതെല്ലാം ഒതുക്കി തീർത്തു. മാനേജ്മെന്റ് ഇടപെട്ട് ഒതുക്കി തീർത്തു. അതിനാരെങ്കിലും മീഡിയാസ് തന്നെ ആരെങ്കിലും എന്തെങ്കിലും പിന്നീട് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടോ? ഇതിനൊന്നും നമ്മൾ ഇതിനകത്ത് ജനങ്ങളായിട്ട് നമ്മൾ പാർട്ടിക്കാരായ സംഘടനയിൽ ഇറങ്ങി തിരിച്ചാൽ അത് നമ്മൾ അതിന്റെ കൂടെ ഉണ്ടാവണം. ഇന്ന് നമ്മൾ ഇത് ഇവിടെ അവസാനിപ്പിച്ച് പോകാൻ തീരുമാനിച്ചിട്ടില്ല. നിതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതറ്റം വരെയും പോകാൻ വേണ്ടി തയ്യാറായിട്ടാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഇവിടെ നിന്നൊരു നീതി നമുക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് കേന്ദ്രത്തിൽ അറിയിക്കുകയും നമ്മുടെ മിനിസ്റ്റർ വഴി രാംവിലാസ് പാസ്വാൻ എന്ന് പറഞ്ഞ മഹാനായ വ്യക്തിയുടെ ചിന്താഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർണ്ണ നിറം വ്യത്യാസമില്ലാതെ, അതായത് മനുഷ്യൻ ഗണം എന്ന് മാത്രമേ നമ്മൾ ഈ സംഘടനയിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനകത്ത് ജാതി വ്യവസ്ഥയോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യഗണം, ആ എല്ലാവർക്കും ഒരുപോലെ തുല്യ നീതി ലഭിക്കണമെന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകും. ആ മഹത്തായ വ്യക്തിയുടെ ചിന്താഗതിക്ക് അനുസരിച്ച് തന്നെയാണ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ മഹൻ ചിരാഗ് പാസ്വാൻ മിനിസ്റ്റർക്ക് ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട്. അതിന്റെ എല്ലാ കാര്യങ്ങളും ഫോർവേഡ് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന്. അരുൺ വേലായുധൻജിയുടെ, സ്റ്റേറ്റ് പ്രസിഡന്റായ അരുൺ വേലായുധൻജിയുടെ നേതൃത്വത്തിൽ അതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രിക്ക് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ ഇനി ഒരു സിദ്ധാർത്ഥിനോ സംഭവിച്ചതുപോലെ ആ അമ്മയ്ക്ക് എന്താ നീതി കിട്ടി? ആ അമ്മ വേദനിക്കുന്നു. ഉള്ള കാലം വേദനിച്ച് നമ്മൾ കണ്ടു. ഇപ്പം ഈ നിതിന്റെ വീട്ടിലേക്ക് ആ അമ്മ വന്നിട്ട് പോയത്, ആ അമ്മ പുറത്തിറങ്ങാറില്ലായിരുന്നു. ആ അമ്മയുടെ വേദന അത് ഇനി ഒരു നിതിന്റെ അമ്മയ്ക്ക് അടുത്ത് സംഭവിച്ചു, ഇനി ഒരാൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി LJPR എന്ന പ്രസ്ഥാനം ഏതറ്റം വരെയും പോകും. നമ്മൾ ഇനി ഇത് നടന്നില്ല, ഇതിനകത്ത് നമുക്ക് നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, നിതിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കണ്ണൂർ കോളേജിന്റെ മുമ്പേ LJPR പ്രസ്ഥാനം നമ്മൾ മുന്നോട്ട്, സ്റ്റേറ്റ് നേതൃത്വവും ഡോക്ടർ സെല്ലിന്റെ നേതൃത്വവുമായിട്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോയിരിക്കും.
നമ്മളെ അത് നീതിക്ക് കിട്ടുന്നത് വരെ നമ്മൾ പൊരുതിയിരിക്കും. ഇത് നമ്മൾ ഉറപ്പ് കൊടുക്കുന്നു. ഞങ്ങളുടെ വനിതാ സെല്ലിന്റെ പേരിലും LGPR എന്ന പ്രസ്ഥാനത്തിന്റെ പേരിലും നിങ്ങളോട് ഞാനിത് ഉറപ്പ് പറയുന്നു. അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള എന്റെ വനിതാ വിങ്ങിന്റെ സഹോദരിമാർക്കും ബാക്കി ജില്ലാ സ്റ്റേറ്റ് നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നീതിക്ക് വേണ്ടിയിട്ട് നിതിനോടൊപ്പം കഴിഞ്ഞുപോയ സിദ്ധാർത്ഥിനൊപ്പം ജീവൻ പൊലിഞ്ഞിട്ടുള്ള എല്ലാവർക്കും വേണ്ടി ഇനി ഒരു പ്രാർത്ഥന നമ്മള് അർപ്പണം അവർക്ക് വേണ്ടിയിട്ട് പ്രണാമം പറയുന്നു. ഇനി ഒരാൾക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ. LGPR നീതിക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരു യാതൊരു സംഭവം നടന്നിട്ടില്ല. പല്ല് പോയിട്ടില്ല, ചിരിക്ക് കുഴപ്പമില്ല, മുഖത്തൊന്നും പാടില്ല, കാല് ഒടിഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടം പോകുന്നെങ്കിൽ നമുക്ക് കാണാം. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ നോക്കുക. ചില ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ നീർക്കെട്ടുണ്ട്, നെഞ്ചത്ത് നീർക്കെട്ടുണ്ട്, തലയിൽ നീർക്കെട്ടുണ്ട്. അപ്പൊ ഈ നീർക്കെട്ട് വരാൻ കാരണം എന്ന് പറയുന്നത് ഒന്നുകിൽ മർദ്ദിച്ചതാണ്, അല്ലെങ്കിൽ ഇടിച്ച് ചതച്ചതാണ്, അല്ലെ മുകളിൽ നിന്ന് വീണമെന്ന് പറഞ്ഞ് ഒരു നീർക്കെട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് സംഭവം എന്ന് പറയുന്നത് ഇത് ആ കുട്ടിയെ കൊലപ്പെടുത്തിയത് തന്നെയാണ്. ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച എന്റെ സഹോദരി പറയുകയുണ്ടായി, 14,000 രൂപ ലോൺ എടുത്തത് ശരിയാണ്. 14,000 രൂപ ലോൺ എടുത്തത് ഇന്നത്തെ ചെറുപ്പക്കാരെ പോലെ ജോളി അടിച്ച് നടക്കാൻ വേണ്ടിയല്ല ചെറുപ്പക്കാരൻ ലോൺ എടുത്തത്. 14,000 രൂപ ലോൺ എടുത്തത് അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായപ്പോൾ വേറെ മാർഗമില്ലാതെ വന്നപ്പോൾ ഏതോ ഒരു ഓൺലൈൻ കാരുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്തതാണ്. അപ്പോൾ ഈ ലോൺ എടുത്ത 14,000 രൂപയുടെ പേരിൽ അദ്ദേഹം ഈ കുട്ടിയെ ഓഫീസിൽ വിളിച്ച് വിചാരണ ചെയ്യുന്ന ഫോട്ടോ കാണാം. പ്രിൻസിപ്പൽ അടക്കം 6-7 അധ്യാപകർ അവിടെ ഇരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കോളേജിൽ ഒരു വിദ്യാർത്ഥിക്ക് 14,000 രൂപയുടെ കടമുണ്ടായി. ആ 14,000 രൂപയുടെ കടത്തിന്റെ പേരിൽ ആ കുട്ടിയെ പീഡിപ്പിക്കാൻ ഇത്രമാത്രം പീഡിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ആ ചുറ്റിനെ വിരിക്കുന്ന 7 അധ്യാപകർ കൂടി 2,000 രൂപ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഈ ലോൺ അടച്ചു തീർത്ത് ഈ കുട്ടിയെ രക്ഷിക്കരുത്. വേണ്ട, ആ കോളേജിലെ കുട്ടികളോട് പറയുക, ഒരു നോട്ടീസ് കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കോളേജിൽ പഠിക്കുന്ന നിതിൻ രാജ് അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി ഒരു ലോൺ എടുത്തതാണ്. ആ ലോൺ കൊടുത്ത ആൾക്കാർ ആ കുട്ടിയെ പഠിക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ലോൺ വീട്ടണം. ആ കോളേജിലെ കുട്ടികൾ മുഴുവൻ ചേർന്നാൽ ഒരു 50 രൂപ വെച്ചും ഒരു 25 രൂപ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഈ 14,000 രൂപ അടയ്ക്കരുതോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കുട്ടിയോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഈ കുട്ടിയെ അടിച്ചു കൊന്നതാണെന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരെ എഴുതി വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഒരു ദുരൂഹതയുമില്ല. സമരം ചെയ്യാൻ പോകുന്ന ആൾക്കാർ തന്നെ ദുരൂഹതയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അപ്പൊ ഇതിനകത്ത് ദുരൂഹതയൊന്നുമില്ല. പിന്നെ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആരെയും ആർക്കും എപ്പോഴും കൊല്ലാം. ഇപ്പൊ നമ്മള് ആലോചിച്ചു, കേരളത്തിൽ എത്രമാത്രം കൊലപാതകങ്ങളാണ് ഡെയിലി നടക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ബാറിൽ, വിഴിഞ്ഞത്തൊരു ബാറിൽ മദ്യപിച്ചിട്ട് വെളിയിലിറങ്ങി ഒരുത്തനെ പട്ടിയെ തല്ലിക്കൊല്ല, ചേനത്തണ്ടനെ പാമ്പിനെ അടിച്ച് പേപ്പട്ടി അടിച്ച് കൊല്ലുന്ന പോലെ ജംഗ്ഷനിലിട്ട് നടു റോഡിലിട്ട് തല്ലിക്കൊല്ലുക. ഇതേ കാട്ടാക്കടയിൽ രാത്രിയിൽ ബാറിന്റെ മുന്നിലിട്ടും ഒരു ചെറുപ്പക്കാരനെ താക്കോല് കൊണ്ട് കുത്തിക്കൊല്ലുക. ഇതൊക്കെ കേരളത്തിൽ നടക്കുന്ന സംഭവമാണ്. ഇതൊക്കെ ലോകത്തിലെവിടെയും നടക്കുമോ? വിദ്യാർത്ഥികൾ, നമുക്കറിയാം, ഈ ദളിത് സമൂഹത്തിൽപ്പെടുന്ന ആൾക്കാരെ ഈ രാജ്യത്ത് കൊലപ്പെടുത്തുന്നതിന് യാതൊരു നിയന്ത്രണവുമില്ല. ആർക്ക് എപ്പോൾ വേണമെങ്കിലും കൊല്ലാം. ഇവിടെ തൊട്ടുപുറകിൽ എൻട്രൻസ് കമ്മീഷനേറ്റ് ഉണ്ട്. അതിന്റെ മുകളിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് രജനീയ സ്ഥാനം എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനി ലോൺ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കുന്ന കുട്ടിക്ക് ബാങ്ക് ലോൺ കൊടുത്തില്ല. എന്തൊക്കെയോ പ്രശ്നം. ആ കെട്ടിടത്തിന്റെ 6 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും എടുത്ത് ചാടി മരിക്കുകയുണ്ടായി. എന്ത് സംഭവിച്ചോ? വല്ലതും സംഭവിച്ചോ? ഇവിടെ ഒന്നും സംഭവിക്കില്ല. കേസെടുക്കത്തില്ല. കേസെടുത്താൽ തന്നെ പോലീസ് പ്രതികൾ രക്ഷപ്പെടുന്ന തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിയും. ആ പ്രതി കോടതിയിൽ നിന്നും രക്ഷപ്പെട്ട് വെളിയിൽ പോകും. ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ. അതുകൊണ്ട് ആർക്കും ഒരു ഭയവുമില്ല. ഇവിടെ നമുക്കറിയാം, ഇവിടെ കെവിൻ എന്ന് പറയുന്ന ഒരു പയ്യനെ കോട്ടയത്ത് അടിച്ചു കൊണ്ട് വെള്ളത്തിൽ കൊണ്ടിട്ട് ആര് ചോദിച്ചിവിടെ കുറെ സമരങ്ങൾ നടത്തി. ഇവിടെ സംഘടനകളുടെ, ദളിത് സംഘടനകളുടെ തന്നെ, പ്രത്യേകിച്ച് ദളിത് സംഘടനകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും പട്ടികജാതിക്കാരനെ കൊല്ലുന്നുണ്ടോ എന്ന് നോക്കി, ഇല്ല വേഴാമ്പൽ മഴ കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കുന്ന ചില സംഘടനകൾ കേരളത്തിലുണ്ട്. അവരാണ് ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ല എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ അട്ടപ്പാടിയിലെ മധുവിനെ കൊന്ന്
ഇവിടെ അനേക സമരങ്ങൾ നടത്തി. മധുവിനെ കൊന്നിട്ട് ആ കേസിൽ അട്രോസിറ്റി പോലും ഇടുവാൻ, വകുപ്പിടാൻ പോലും സമരം ചെയ്തവർക്ക് കഴിഞ്ഞില്ല. ആ പ്രതികളെ വെറുതെ വിട്ടു. ഇവിടെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വന്നിട്ടുണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി. അദ്ദേഹം താമസിച്ച എത്തിയത്. അപ്പൊ അദ്ദേഹം ഇനി ബാക്കി കാര്യങ്ങൾ പറയും. അദ്ദേഹം അപ്പോൾ ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങളെ സംബന്ധിച്ച് ഒരു തീരുമാനങ്ങൾ ഈ രാജ്യത്ത് പൊതുപ്രവർത്തകരാണേലും രാഷ്ട്രീയ പ്രവർത്തകരാണേലും ഭരണകർത്താക്കളാണേലും ആരാണേലും കേരളത്തിൽ നടക്കുന്ന ദളിതർക്ക് നേരെ നടക്കുന്ന ഇത്തരം കൊലപാതകങ്ങൾക്കെതിരെ പ്രതികരിക്കാനും ശക്തമായ നടപടി സ്വീകരിക്കാനും ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ. നമ്മുടെ ചടങ്ങിന്റെ ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. ഇതിന്റെ ഒരു സ്വാഗതം അംഗീകരിക്കുന്ന ചടങ്ങാണ് എനിക്കുള്ളത്. നമ്മുടെ ആരാധ്യനായിട്ടുള്ള രാമദാസ് ബസ്വന്റെ പേരിൽ ഉള്ള ലോക് ജനശക്തി പാർട്ടി രാമദാസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് കേരളയുടെ ഉപസംഘടനകളായിട്ടുള്ള മെഡിക്കൽ വിങ്ങും വനിതാ വിങ്ങും ചേർന്നിട്ടാണ് ഇന്ന് ഈ നിരാഹാര സമരം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് BJPയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധ്യനായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ജി അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ലോക് ജനശക്തി പാർട്ടി രാമദാസിന്റെ പേരിൽ ഹാർദവമായ സ്വാഗതം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടിമത്തത്തിന്റെയും ജാതിവരിയുടെയും പേരിൽ കളിയാക്കലിന്റെയും ക്രൂരമായ വിചാരണയുടെയും പേരിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന നിതിൻ രാജിന്റെ മരണം യഥാർത്ഥ കാരണം അറിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് തിരുവനന്തപുരം ജില്ല സംഘടിപ്പിച്ചിരിക്കുന്ന ഏകദിന ഉപവാസ ചടങ്ങിൽ ഉദ്ഘാടനത്തിലെത്തിയ നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായ അഡ്വക്കേറ്റ് സുരേഷ് ജിയെ രണ്ടു വാക്ക് സംസാരിക്കാനും ഉദ്ഘാടനം നിർവഹിക്കുന്നതിലേക്കുമായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആരൊക്കെ വേദിയിലുള്ളവരുടെ പേര് അതൊന്ന് ലിസ്റ്റ് ഒരു പേപ്പർ തന്നില്ലേ? ഇത്രയും പേരാണ് നിരാഹാരം കിടക്കുന്നത്. ആശംസ. എല്ലാവർക്കും നമസ്കാരം. ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് പാസ്വാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ പാർട്ടിയുടെ നേതാക്കന്മാർ ഇന്നിവിടെ നടത്തുന്ന ഈ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ശ്രീ പ്രശാന്ത് വെള്ളായണി, ശ്രീ അരുൺ സുകുമാരൻ, ശ്രീ ബിജു ആർജി, ഡോക്ടർ അജീഷ് അവർകൾ, ശ്രീമതി മിനി റീജ വിനോദ്, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ ഡെവിൻ സാം, ശ്രീ സജി നായർ തുടങ്ങി ഇതിവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നിതിൻ രാജ് കേരളത്തിന്റെ ഒരു നോവാണ്, ദുഃഖമാണ്, വേദനയാണ്. ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളുമായി പഠനത്തിനായിട്ട് കണ്ണൂരിലേക്ക് വണ്ടി കയറിയ ആ നിതിൻ രാജിന്റെ നിശ്ചലമായിട്ടുള്ള ശരീരമാണ് തിരിച്ചു വന്നത്. അതിന് കാരണം അന്വേഷിക്കുന്ന സമയത്ത് നവോത്ഥാനത്തിന്റെയും അതോടൊപ്പം തന്നെ പുരോഗമനത്തിന്റെയും ഒക്കെ വലിയ അവകാശവാദങ്ങൾ പുറപ്പുറത്ത് കയറി നിന്ന് കൂകി വിളിക്കുന്ന, കേരളത്തെ ലജ്ജിപ്പിക്കുന്ന, കേരളത്തെ അപമാനിപ്പിക്കുന്ന, നാണിപ്പിക്കുന്ന സംഭവങ്ങളാണ് അതിന്റെ പിന്നിലെന്ന് നമ്മൾ മനസ്സിലാകും. ജാതി വിവേചനവും വർണ്ണവെറിയും ഇന്നും ഈ കേരളത്തിൽ നശിച്ചിട്ടില്ല എന്ന് നമ്മളോട് ആവർത്തിച്ച് കേരളത്തിലെ പൊതുസമൂഹം പ്രഖ്യാപിക്കുകയാണോ എന്ന ഉത്കണ്ഠയാണ് നമുക്കുള്ളത്. ഒരു കോളേജിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന കുട്ടിയെ ജാതീയപരമായിട്ട് അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും അപമാനിക്കുകയും അവനെ സ്വന്തം ജീവിതം തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക്
അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥ നടക്കുന്നത് ബീഹാറിലല്ല, ഉത്തർപ്രദേശിലല്ല, ഈ കേരളത്തിലാണ്. ഈ കേരളത്തിൽ മഹാത്മാ അയ്യങ്കാളിക്ക് ജന്മം നൽകിയ കേരളത്തിൽ, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അയ്യാ ഗുരുവും ഒക്കെ നേതൃത്വം നൽകിയ നവോത്ഥാനത്തിന്റെ ഉദാത്തമാർന്ന ചിന്തകൾ ഉയർത്തിപ്പിടിച്ച കേരളത്തിൽ, അതുപോലെ തന്നെ അശരണരും അവർണരുമായിട്ടുള്ള ആൾക്കാർക്ക് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വേണ്ടി നേതൃത്വം നൽകിയ നവോത്ഥാനത്തിന്റെ കേരളത്തിൽ, വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയ കേരളത്തിൽ, വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യവും ക്ഷേത്രപ്രവേശന വിളംബരത്തിനും വേണ്ടി പടപൊരുതിയത് കേവലം അധികൃതരെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജനത മാത്രമല്ല, സവർണരെന്ന് വിശേഷിക്കപ്പെട്ട ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ കേരളത്തിന്റെ നവോത്ഥാനവും അതോടൊപ്പം തന്നെ ഈ ജാതി വർണ്ണ വിവേചനത്തിനെതിരായിട്ടുള്ള മുന്നോട്ട് പോക്കും സാക്ഷാത്കരിച്ചത്. അങ്ങനെയുള്ള കേരളത്തിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങൾ 70 വർഷം പിന്നിടുന്ന സമയത്ത് പഴയ പ്രാകൃതമാർന്ന ചാതുർവർണ്ണ്യത്തിന്റെ ആ അവശേഷിപ്പുകൾ 70 വർഷം പിന്നിട്ട ജനാധിപത്യ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. ഈ ചാതുർവർണ്ണ്യത്തിന്റെ അവശേഷിപ്പുകൾ കാത്തു സൂക്ഷിക്കുന്നവരെ സംരക്ഷിക്കുന്ന പുരോഗമനത്തിന്റെ മേലങ്കേണിയുന്ന ഭരണകൂടങ്ങൾ ഈ കേരളത്തിലുണ്ട് എന്നുള്ളത് നമ്മളെ ഏറെ ദുഃഖിപ്പിക്കും. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളെ സംബന്ധിച്ച് ഒരു കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ളത് അത് പുരോഗമനത്തിന്റെയും നവോത്ഥാനത്തിന്റേതുമാണ് എന്നായിരുന്നു. പക്ഷെ ഇന്ന് അധപതനത്തിന്റെയും വർണ്ണവെറിയുടേതുമായിട്ടുള്ള ഭരണകൂടങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ മാറും. ഈ കേരളത്തിലാണ് ഞാൻ വരുന്ന സമയത്ത് കേൾക്കുന്നതായിരുന്നു, മധു എന്ന് പറയുന്ന ഒരു പാവം ആദിവാസി യുവാവ് അത് ഒരു വറ്റ് ചോറിന് വേണ്ടി കൈനീട്ടിയപ്പോൾ ആ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ഒരു ക്രൂരത നിലനിന്ന സംസ്ഥാനമാണ് ഈ കേരളം. സിദ്ധാർത്ഥ് എന്ന് പറയുന്ന യുവാവ് ഇതുപോലെ തന്നെ ജാതിവെറിയുടെ രക്തസാക്ഷിയായി നമ്മുടെ മുന്നിലുണ്ട്. ഇത് അവസാനമായിട്ട് നമ്മുടെ നിതിൻ രാജും ആ പട്ടികയിലേക്ക് ഇടം തേടിയിരിക്കുകയാണ്. ആ നഷ്ടപ്പെട്ട മകനെ നഷ്ടപ്പെട്ട അമ്മയുടെയും അച്ഛന്റെയും കുടുംബത്തിന്റെയും വേദന മാത്രമല്ല, ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള അതിഭീകരമായിട്ടുള്ള പീഡനങ്ങൾ നടക്കുന്നല്ലോ എന്നോർക്കുന്ന സമയത്ത് ഈ കേരളത്തിലെ 3.25 കോടി ജനതയുടെ വേദനയാണ് ഇന്ന് ഇത്തരത്തിലുള്ള ലോക് ജനശക്തി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഉപവാസം. ഈ കേരളത്തിലെ 3.25 കോടി മലയാളിയുടെ വേദനയുടെ പ്രതിഫലനമാണ്. ആ വേദനയുടെ ഭാഗമായിട്ടാണ് ഈ ഉപവാസ സമരം എന്ന തിരിച്ചറിവ് ഈ നടിച്ചുകൊണ്ട് ഒരു പ്രതികരിക്കാൻ സന്നദ്ധമായി മുന്നോട്ട് വന്ന LJPയുടെ പ്രവർത്തകരെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി NDAക്ക് വേണ്ടി ഞാൻ ആദ്യമേ തന്നെ അഭിവാദ്യം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു പോരാട്ടത്തിന്റെ ദിവസങ്ങളാണ്. ഈ പോരാട്ടം എന്ന് പറയുന്നത് സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. വർണ്ണവെറിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. സവർണ അതോടൊപ്പം തന്നെ അവർണ വിവേചനത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിനാണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള അവസരം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. ഏതെങ്കിലും കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയാൽ അവർക്ക് അവരുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. ഇന്നോ നമ്മൾ ഈ ഉപവാസ സമരം ഇവിടെ അനുഷ്ഠിക്കുമ്പോൾ ഈ നിതിൻ രാജിന്റെ കൊലയാളികൾ ഇന്ന് കോടതിയുടെ മുമ്പിൽ ജാമ്യത്തിനായിട്ട് നിൽക്കുകയാണ്. തലശ്ശേരി സെഷൻസ് കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി നിൽക്കുന്ന ആ പ്രതികളെ സംരക്ഷിക്കാനുള്ള നടപടികൾ ചില ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ദുഃഖകരമായിട്ടുള്ള ഒരു സത്യമാണ്. അവരെ സംരക്ഷിക്കാൻ എന്ത് നടപടികളാണ് എടുത്തിരിക്കുന്നത്? അവിടെ ജാതിവെറിയല്ല ഉണ്ടായിരിക്കുന്നത്. കേവലം ഒരു ലോൺ ആപ്പിന്റെ വിഷയമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമമാണ് ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ചില ആൾക്കാർ ഒരുമിച്ച് ചേർന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോൺ ആപ്പല്ല, അതിനപ്പുറം ജാതിവെറി തന്നെയാണ് എന്ന് ആവർത്തിച്ച് കുടുംബവും ബന്ധുക്കളും പറയുന്ന സമയത്ത്, സഹപാഠികൾ പറയുന്ന സമയത്ത്, അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ പറയുന്ന സമയത്ത് അതിനോട് ഒരു അവഗണനയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളെ അവജ്ഞയോടുകൂടി തള്ളിക്കൊണ്ട് വേറെ രീതിയിലേക്ക് കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ശ്രമങ്ങൾ ഭരണകൂടം നടത്താൻ പാടില്ല. ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കലാണ്. ആ തുല്യനീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള സംവിധാനം വേണം. ഞങ്ങൾ ഇവിടുത്തെ സർക്കാരിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നിതിൻ രാജിന്റെ ആത്മാവിന് നീതി നിഷേധിക്കാനുള്ള അവകാശമില്ല. ആ ആത്മാവിന് നീതി ലഭ്യമാക്കണം.
ആ കുടുംബത്തിന് നീതി ലഭ്യമാക്കണം. ആ കുടുംബത്തെ പൂർണ്ണമായി സംരക്ഷിക്കാൻ ഈ നാട് തയ്യാറാകണം. ഈ ഭരണകൂടത്തിന് ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് നിതിൻ രാജിന്റെ നാട്ടിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ആ ജീവന്റെ നഷ്ടത്തിന് പകരമായിട്ടൊന്നുമില്ല, പക്ഷെ ഏറ്റവും കുറഞ്ഞത് 10 കോടി രൂപയെങ്കിലും ആ കുടുംബത്തിന് കൊടുത്താലും ആ നഷ്ടത്തിന് പരിഹാരമല്ല എന്ന് അവിടുത്തെ ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് പറഞ്ഞിരിക്കുകയാണ്. ആക്ഷൻ കൗൺസിൽ നിതിൻ രാജിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ നാട്ടിൽ ഭരണകൂടത്തിന്റെ ഇത്തരത്തിലുള്ള പിടിപ്പുകേട് കാരണം ഭരണകൂടത്തിന്റെ നീതി നിഷേധത്തിനെതിരായി ആ നീതി നിഷേധത്തിന്റെ ഫലമായിട്ട് മരണപ്പെടുന്ന ഓരോ യുവാവിനും ഇതുപോലെയുള്ള ആ കുടുംബത്തിന് ഇതുപോലെയുള്ള സഹായങ്ങൾ പ്രഖ്യാപിക്കപ്പെടേണ്ടതാണ്. അത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യവും. ഇത് കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൽ കുറെ കാലങ്ങളായിട്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ഇതിനെയൊക്കെ കൈകഴുകി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിനോട് ഇവിടത്തെ കുറെ ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന സാംസ്കാരിക നായകന്മാരുമുണ്ട്. എവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് ഉത്തർപ്രദേശിലോ ബീഹാറിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ എവിടെയെങ്കിലും നടന്നാൽ ഇവിടെ മെഴുകുതിരി പ്രകടനവും അതോടൊപ്പം തന്നെ അനുശോചനവും അതുപോലെ തന്നെ വലിയ വലിയ ചങ്ങലയും ഒക്കെ ബന്ധിപ്പിച്ച് ഇവിടെ വലിയ അഭ്യാസങ്ങൾ കാണിക്കുന്ന കാപട്യം നിറഞ്ഞ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരോടും അതോടൊപ്പം തന്നെ ബുദ്ധിജീവികളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് അല്പമെങ്കിലും മനുഷ്യത്വമുണ്ടെങ്കിൽ, അല്പമെങ്കിലും മര്യാദയുണ്ടെങ്കിൽ, നിങ്ങൾ ഉയർത്തുന്ന വിഷയങ്ങളോട് അല്പമെങ്കിലും നീതി കാണിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ നിതിൻ രാജിനും അതുപോലെ തന്നെ കേരളത്തിൽ ജാതി വർണ്ണ വെറിക്കെതിരായി വെറിയുടെ ഫലമായിട്ട് മരണപ്പെട്ട യുവാക്കളുടെയും അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാൻ, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ ശ്രമത്തിൽ ഞങ്ങളോടൊപ്പം NDAയോടൊപ്പം അതോടൊപ്പം തന്നെ LJPയോടൊപ്പം ഈ നാടുണ്ടാകണമെന്നാണ് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരോട് നമുക്ക് പറയാനുള്ളത്. ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു, ഒന്ന്, ആ കുടുംബത്തിന് നീതി നിഷേധിക്കരുത്. അതുപോലെ തന്നെ ഈ പ്രതികൾ രക്ഷപ്പെടാനുള്ള ഒരവസരവും പിണറായി വിജയൻ നൽകരുത്. ആ കുടുംബത്തിന് അർഹതപ്പെട്ട പാരിതോഷികം, ആ കുടുംബത്തിന് അർഹതപ്പെട്ട രീതിയിലുള്ള സാമ്പത്തിക സഹായം ചെയ്യാൻ ഈ സർക്കാർ തയ്യാറാകണം. ഇത് മൂന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ലോക് ജനശക്തി പാർട്ടിയുടെ നേതൃത്വത്തിൽ, അതിന്റെ സംസ്ഥാന നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ മാതൃകാപരമായിട്ടുള്ള ഉപവാസ സമരം നടക്കുന്നത്. ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന ഇവിടത്തെ പ്രമുഖരായിട്ടുള്ള NDA നേതാക്കന്മാർക്ക്, LJPയുടെ നേതാക്കന്മാർക്ക്, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട വനിതാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നിങ്ങൾ ചെയ്യുന്നത് ഒരു നല്ല കാര്യത്തിന് വേണ്ടി, മനുഷ്യത്വപൂർണമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി, സാമൂഹ്യമായി ഏറെ ഗുണം ചെയ്യുന്ന ഒരു സമീപനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ ഈ സമരം നടത്തുന്നത്. ഈ സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ 1000 അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ ഉപവാസ സമരം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. നമ്മളൊരു യാത്ര പറഞ്ഞിട്ടുണ്ട്, സമയം എപ്പോഴാവും? മരുത്തോമല പോകണ്ടേ? ഓ ഒരാഴ്ച